അതായത് ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സിനിമ. ജയറാമിന്റെ തന്നെ ആ തുടക്കകാലത്തുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് അതൊക്കെ. ആ ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസിന്റെ സംവിധായകൻ കമലായിരുന്നു അതിന്റെ തിരക്കഥാകൃത്ത് കല്ലു ഡെന്നീസൊക്കെ. അപ്പോൾ അന്ന് കല്ലു ഡെന്നീസ് അതിന്റെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. കല്ലു ഡെന്നീസും കൂടിയാണ് അതിന്റെ ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് വിജയ് തമ്പിയുടെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആവുന്നു. അങ്ങനെയാണ് ആ ഒരു ടൈമിലാണ് ഈ പറയുന്ന കല്ലു ഡെന്നീസിനെ വിജയ് തമ്പി പരിചയപ്പെടുന്നത്. അപ്പോൾ പാരലലി ഇത് വിജയ് തമ്പിയുടെ ഒരു എന്താ പറയുക ഒരു കരിയർ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബാലചന്ദ്രമേനോന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ തന്നെ അദ്ദേഹത്തെ സിനിമയിലോട്ട് എന്താ പറയുക ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറാക്കി മാറ്റുകയാണ്. ബാലചന്ദ്രമേനോന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അത് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത്യാവശ്യം നല്ല അഭിപ്രായവും ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് അടുത്തൊരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ വിജയ് തമ്പിക്ക് അടുത്തൊരു സിനിമയുടെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നു. എൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റെഡി. അപ്പോൾ ജഗതി ശ്രീകുമാറിന്റെ ഒരു കഥ, ജഗതി ശ്രീകുമാർ പറഞ്ഞ ഒരു കഥയുണ്ട്. ആ ഒരു കഥ എന്ന് പറയുന്നത് രണ്ട് തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നു, പിന്നീട് അവരൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നു. അങ്ങനെ ഒരു 3-4 വരിയിൽ മാത്രം ജഗതി ശ്രീകുമാർ പറഞ്ഞൊരു കഥയുണ്ട്. അപ്പൊ ഇത് ജോൺ പോൾ എഴുതാം എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ജോൺ പോളിനാണെങ്കിൽ അന്ന് ഒരുപാട് തിരക്കാണ്, കല്ലു ഡെന്നീസിനും തിരക്കാണ്. അപ്പോൾ ജോൺ പോൾ ആദ്യം എഴുതാമെന്ന് ഏൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ജോൺ പോളിന് ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ സിനിമ, ഭരത് ഗോപി ആദ്യമായിട്ട് സംവിധായകനാവുന്നതാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്ത് ജോൺ പോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഭരത് ഗോപി ആ സമയത്ത് കോയമ്പത്തൂർ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകാനുള്ള ഒരു പ്ലാനിൽ. അപ്പോൾ കോയമ്പത്തൂർ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ജോൺ പോളും അതിൻ്റെ ഒരു ഡിസ്കഷനായിട്ട് അവിടെ പോകുന്നു. അപ്പോൾ ജോൺ പോൾ വിജയ് തമ്പിയുടെ അടുത്ത് പറഞ്ഞു, ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഫിക്സ് ആയി വിറ്റ്നസിന്റെ. വിജയ് തമ്പിയുടെ അടുത്ത് പറയുന്നു, ഞാൻ കോയമ്പത്തൂരിൽ ഇരുന്ന് ഭരത് ഗോപിയുടെ ഒരു സിനിമയുടെ ഡിസ്കഷൻ ആ സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് ആക്കിക്കോളാം, എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം എത്താം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ എന്താ പറയുക, വിജയ് തമ്പിക്ക് ഫസ്റ്റ് സിനിമ തന്നെ വിജയ് തമ്പിക്ക് വിചാരിച്ച പോലെ സ്ക്രിപ്റ്റ് ഒന്നും മുമ്പ് കിട്ടിയിരുന്നില്ല. ബാലചന്ദ്രമേനോൻ ലൊക്കേഷനിൽ അന്നുള്ള ദിവസങ്ങളുടെ സ്ക്രിപ്റ്റ് മാത്രമേ എഴുതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് എന്തായാലും ഇതിൽ എനിക്ക് പക്ക വേണം എന്ന രീതിയിൽ നേരെ ജോൺ പോളിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ജോൺ പോൾ അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നും പൂർണ്ണമാക്കിയിട്ടില്ല. അങ്ങനെ കല്ലു ഡെന്നീസിനെ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ വിളിക്കുന്നു. കല്ലു ഡെന്നീസ് ജോൺ പോളിനെ കാണുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഏകദേശം ഒരു സ്ക്രിപ്റ്റ് ആക്കിയ ശേഷമാണ് ഏകദേശം ഷൂട്ടിന്റെ തലേ ദിവസം ഈ പറയുന്ന വിജയ് തമ്പിയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് എത്തുന്നത്.